ഞാൻ ശ്രീരാജ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ആപ്പിളിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ആപ്പിളിന്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് അല്ല, ഇതും ഒരു കോപ്പിയാണ്. ആപ്പിളിന്റെ ഒരു പ്രോബഡ്സിന്റെ ഒരു കോപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതും 6 മാസം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പം നിങ്ങളിൽ കുറെ പേർക്കൊക്കെ അത് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവും. നമുക്ക് പ്രൊഡക്റ്റിലേക്ക് ആദ്യം കിടക്കാം. നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ്. ആപ്പിളിന്റെ പ്രോബഡ്സ് എന്ന് പറയുന്ന ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതിന് ഒറിജിനലിന് ഏതാണ്ട് 24,000 രൂപ അടുപ്പിച്ചിട്ട് മാർക്കറ്റിൽ ഇന്ന് വിലയുണ്ട്. അപ്പം നമുക്ക് ഈ കോപ്പി പ്രോഡക്റ്റ് കിട്ടുന്നത്, ഇത് ഫസ്റ്റ് കോപ്പിയാണ്, ഫസ്റ്റ് കോപ്പി പ്രോഡക്റ്റ് കിട്ടുന്നത് വെറും 680 രൂപയ്ക്കാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ കോപ്പി ആയതുകൊണ്ട് വാറണ്ടിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുള്ള ഇതൊന്നും വരുന്നില്ല. അപ്പം ഈ നിങ്ങൾക്ക് ഇത് കാണാൻ തന്നെ സാധിക്കും. ഇതിന്റെ ബോക്സിലെ ഡസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 6 മാസത്തെ ഒരു യൂസിന്റെ ഒരു എല്ലാ ഇതുണ്ട്. അപ്പം ഈ 6 മാസത്തെ യൂസിലും ഇതിന് കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിന് ഉണ്ടായിട്ടില്ല. അതുപോലെ ആപ്പിളിന്റെ പ്രോബഡ്സിലെ ഒറിജിനലിനകത്തുള്ള എല്ലാ ഫീച്ചറുകളും ഇൻക്ലൂഡിങ് നോയിസ് ക്യാൻസലേഷൻ അടക്കമുള്ള എല്ലാ ഫീച്ചറുകളും ഇതിനും ഈ ഒരു കോപ്പി പ്രോഡക്റ്റിനും നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അതും ഈ ഒരു വിലയിൽ എന്ന് വെച്ചാൽ 24,000 രൂപ കൊടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതും 680 രൂപ കൊടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഏകദേശം മനസ്സിലാകും. അതേ ഫീച്ചറുകളും അതേ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതും നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്ത് ഇങ്ങനെ ഈ ബഡ്സ് യൂസ് ചെയ്ത് പോകുമ്പം സ്വാഭാവികമായിട്ടും കാണുന്ന ഒരാൾക്ക് ആപ്പിളിന്റെ ഒരു പ്രൊഡക്റ്റ് എന്നല്ലാതെ യാതൊരു ഇതും മനസ്സിലാവത്തുമില്ല. അതിനകത്തുള്ള ആപ്പിളിന്റെ പ്രോബഡ്സിൽ വരുന്ന എല്ലാ ഫീച്ചറുകളും നമുക്ക് ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അലാറം വരുന്ന, ഫോണിൽ അലാറം വരുന്ന ഫീച്ചറും പിന്നെ സ്ലൈഡിങ് ഫീച്ചറും അങ്ങനെ തുടങ്ങിയ എല്ലാ ഫീച്ചറുകളും നോയിസ് ക്യാൻസലേഷനും എല്ലാം ഇതിനും നമുക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയൊരു ഗുണം. നമുക്ക് ആദ്യം ഈ പ്രോഡക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ വാറണ്ടി കാർഡുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്കിന് വാറണ്ടി ഇല്ല. ഇത് അവർ കുറെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ അതുപോലെയുള്ള കൊടുത്തിട്ടുണ്ട്. അതേ സെയിം ആപ്പിളിൽ വരുന്നതിന്റെ കൂടെ തന്നെ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബഡ്സ് നമുക്ക് ആ കേസിൽ തന്നെയാണ് വരുന്നത്. ഇതിപ്പോൾ 6 മാസത്തെ യൂസിൽ നല്ല ഡസ്റ്റുകൾ കേട്ടോ. ഇവിടെ എല്ലാം നല്ല ഡസ്റ്റുകളൊക്കെ ആയി. വൈറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ 2 ബഡ്സ് ഇരിപ്പുണ്ട്. ഇതാകണ്ട ആപ്പിളിന്റെ സെയിം എന്ന് പറഞ്ഞാൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനും നമുക്ക് കിട്ടിയിരിക്കുന്നത്. കോപ്പിയാണെന്ന് ആരും, രണ്ടും കൂടെ ആപ്പിളിന്റെ ഒറിജിനൽ പ്രൊഡക്റ്റും ഇതും കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരും പറയില്ല ഇതൊരു കോപ്പി പ്രൊഡക്റ്റ് ആണെന്ന് ആരും പറയില്ല. അത്രയ്ക്ക് ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഈ ആപ്പിളിന്റെ മാത്രമല്ല എല്ലാ മെയിൻ ബ്രാൻഡുകളുടെയും കോപ്പി പ്രൊഡക്റ്റുകളും നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. അപ്പം അത് നമുക്ക് മിക്സഡ് ആയിട്ട് തന്നെയാണ് കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എല്ലാം മിക്സഡ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ റിസ്ക് ആണ്, നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ റിസ്ക് ആണ്. കാരണം നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അത് ഒറിജിനൽ ആണോ കോപ്പിയാണോ എന്നെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം വേണം നമ്മളത് വാങ്ങിക്കാൻ. ഒത്തിരിയും പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. കോപ്പി പ്രൊഡക്റ്റുകൾ കിട്ടി ഒത്തിരിയും പേര് പറ്റിക്കപ്പെടുന്നുണ്ട്. നമ്മളൊരു ചാർജറിന്റെ കേബിൾ വാങ്ങിച്ചാൽ പോലും അതിലും കോപ്പി ഒറിജിനലും എല്ലാം വരുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കി എല്ലാം തന്നെ എടുക്കുക. കാരണം ഇതേ ആപ്പിളിന്റെ തന്നെ ഈ ഒരു പിന്നെ ഇതിന്റെ ചാർജർ വരുന്നത് ഇതിന് കോപ്പി ഉണ്ട്, ഒറിജിനലും വരുന്നുണ്ട്. ഒറിജിനൽ വരുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്, കോപ്പിക്ക് വരുമ്പോൾ നിസ്സാര റേറ്റിൽ കിട്ടുന്നുണ്ട്. അതും അവർ ഒറിജിനൽ എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കും. അപ്പം നമ്മൾ എന്താ വില കുറഞ്ഞൊരു കേബിൾ നമുക്ക് കിട്ടുന്നു, അത് ഒറിജിനൽ ആണെങ്കിൽ അതിങ്ങനെ എടുക്കും എന്നേ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരിക്കലും ഒരു ഒറിജിനൽ പ്രോഡക്റ്റ് ഒത്തിരിയും റേറ്റ് താത്ത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പൊ അതെപ്പോഴും ആലോചിച്ചോണം. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അതുപോലെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം നല്ല സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്, ബാസ് ഉണ്ട്, പിന്നെ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള നമുക്ക് മ്യൂസിക് ഒക്കെ കേൾക്കുകയാണെങ്കിലും അത്യാവശ്യം സ്മൂത്ത് ആയിരിക്കും. നല്ലൊരു ഇതാണ്. പിന്നെ നമുക്ക് ചെവിയിൽ കറക്റ്റ് ഒരു ഇതിൽ തന്നെ ചെവിയുടെ ആംഗിളിൽ തന്നെ വരുന്നതായതുകൊണ്ട് ഇതൊരു ചെറിയൊരു നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചെറിയൊരു ഡിസൈനിലാണ് വരുന്നത്. ഒരു ചെവിയുടെ ആംഗിളിൽ തന്നെയുള്ള ഒരു ഡിസൈനിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ചെവിയിൽ നിന്ന് അങ്ങനെ ഊരിപ്പോവോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ ഒരു ഇത് പ്രൊഡക്റ്റ് സംഭവിക്കില്ല. അപ്പൊ അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ചാർജ് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കണ്ടിന്യൂ യൂസിലാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാക്കപ്പ് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിന് നമുക്ക് കംപ്ലൈന്റോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കളയുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഒന്നുമില്ല. ശരിയാക്കി എടുക്കാനോ ഒന്നും പറ്റത്തില്ല, കോപ്പി പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. കാരണം നമുക്ക് ഇതിന് വാറണ്ടി കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ എടുത്ത് കളയാം, അതേ ഉള്ളൂ. നമുക്ക് സാധാരണ ഒരു ലോക്കൽ എയർപോഡ് വാങ്ങിക്കുന്ന ഒരു എമൗണ്ടിൽ തന്നെ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിന്റെ കോപ്പി വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്.
ഇപ്പം നമ്മൾ ഈ എയർപോഡ് ധരിച്ചുകൊണ്ട് പോവാണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിളിന്റെ കോപ്പി ഒരു സെറ്റ് ആപ്പിളിന്റെ കോപ്പി വെച്ചുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ആവും, കാണുന്നവർക്ക് ഒരു ആപ്പിളിന്റെ കോപ്പി പോകുന്നൊരു ഇത് വരും. അപ്പം അങ്ങനെ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ബൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റിൽ വന്ന് കമന്റ് ഇട്ടാൽ മതി. അതിനുള്ള വാങ്ങിക്കാനുള്ള ലിങ്കുകളോ നമ്പറുകളോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ പ്രൊഡക്റ്റിനെ പറ്റി മുമ്പ് ആരെങ്കിലും ഉപയോഗിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാ നിങ്ങളുടെ അഭിപ്രായമൊന്നും ഇതിനകത്ത് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, താങ്ക് യു.